നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡിജിറ്റൽ ഇക്കോണമിയെക്കുറിച്ചാണ്. അതിന്റെ നിർവചനം, സവിശേഷതകൾ, വെല്ലുവിളികൾ. അപ്പോൾ ഈ വിഷയം നമുക്ക് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം. ആകെ 6 ഭാഗങ്ങളുണ്ട്. ആദ്യം തന്നെ എന്താണ് ഡിജിറ്റൽ ഇക്കോണമി എന്ന് നോക്കാം. പിന്നെ അതിന്റെ പ്രധാന സവിശേഷതകൾ, പ്രാധാന്യം, സ്വാധീനം എന്നിവയിലേക്ക് കടക്കാം. അതിനുശേഷം കുറച്ച് യഥാർത്ഥ ഉദാഹരണങ്ങൾ പരിശോധിക്കും. ഒടുവിൽ ഇതിലെ വെല്ലുവിളികളെക്കുറിച്ച് സംസാരിച്ച് നമുക്ക് ഉപസംഹരിക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഡിജിറ്റൽ ഇക്കോണമിയുടെ നിർവചനം. എന്താണ് ഈ ആശയത്തിന്റെ അടിസ്ഥാനമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഡിജിറ്റൽ ഇക്കോണമി എന്ന് ചോദിച്ചാൽ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോണുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതുപോലെയുള്ള ഡിജിറ്റൽ ടെക്നോളജികളെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും നമുക്ക് ഡിജിറ്റൽ ഇക്കോണമി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഈ ടെക്നോളജികൾ കാര്യമായി സ്വാധീനിക്കുന്ന ഏത് സാമ്പത്തിക പ്രവർത്തനവും ഇതിന്റെ ഭാഗമാണ്. ഈയൊരു ആശയം പുതിയതൊന്നുമല്ല. 1995-ൽ ഡോൺ ടാപ്സ്കോട്ടാണിത് ആദ്യമായി അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് ശരിക്കും ഒരു പ്രാധാന്യം വന്നത്, അല്ലെങ്കിൽ ഒരു കുതിച്ചുചാട്ടമുണ്ടായത് 2020 ശേഷമാണ്. എന്താ കാരണം? കോവിഡ്-19 മഹാമാരി തന്നെ. ആ സമയത്ത് ബിസിനസ്സുകളും സാധാരണക്കാരും ഡിജിറ്റൽ മാർഗങ്ങളിലേക്ക് മാറാൻ ഒരു തരത്തിൽ നിർബന്ധിതരായി. അതോടെ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ഒരു ആഗോള മുൻഗണനയായി മാറി. അപ്പോൾ നമ്മുടെ പഴയ പരമ്പരാഗത സമ്പദ്വ്യവസ്ഥയും ഈ പുതിയ ഡിജിറ്റൽ ഇക്കോണമിയും തമ്മിൽ എന്താണ് പ്രധാന വ്യത്യാസം? നോക്കൂ, പരമ്പരാഗത രീതികൾക്ക് ഒരു ഫിസിക്കൽ പ്രസൻസ് വേണമായിരുന്നു, അല്ലേ? കടകൾ, ഓഫീസുകൾ, അങ്ങനെ. അതിന് ഭൂമിശാസ്ത്രപരമായ പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ ഡിജിറ്റൽ ഇക്കോണമി അങ്ങനെയല്ല. അത് തൽക്ഷണമാണ്, ആഗോളമാണ്, എപ്പോഴും കണക്റ്റഡുമാണ്. ഈ ഒരു വലിയ മാറ്റം സാധ്യമായത് പൂർണ്ണമായും ഡിജിറ്റൽ ടെക്നോളജികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ, ഇതിനെ നിർവചിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡിജിറ്റൽ എക്കോണമിയുടെ സവിശേഷതകൾ പറയുമ്പോൾ പ്രധാനമായും 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഡിജിറ്റൈസേഷനും ഡേറ്റ ട്രാക്കിംഗും. അതായത് എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ രൂപത്തിലാക്കുന്നു, ആ ഡേറ്റയെ ട്രാക്ക് ചെയ്യുന്നു. രണ്ടാമത് ഹൈപ്പർ കണക്ടിവിറ്റി. 5G, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പോലുള്ള ടെക്നോളജികൾ നമ്മളെ എപ്പോഴും കണക്റ്റഡാക്കി നിർത്തുന്നു. മൂന്നാമത്തേത് പ്ലാറ്റ്ഫോം ഇക്കോണമിയാണ്. അതായത് ആളുകൾക്ക് സേവനങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു കൾച്ചർ. നാലാമതായി പേഴ്സണലൈസേഷൻ. ഓരോ ഉപഭോക്താവിനും അനുയോജ്യമായ രീതിയിൽ സേവനങ്ങൾ നൽകുന്നത്. അവസാനമായി 5ാമത്തേത് ഡയറക്റ്റ് ടു കൺസ്യൂമർ റിലേഷൻഷിപ്പ്. അതായത് നിർമ്മാതാക്കൾക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താക്കളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു. അടുത്തത് 3ാമത്തെ ഭാഗമാണ്. ഇതിന്റെ പ്രാധാന്യവും സ്വാധീനവും. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ ഇക്കോണമി ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? നമുക്ക് നോക്കാം. ഡിജിറ്റൽ എക്കണോമിയുടെ പ്രാധാന്യം പലതാണ്. 1. അത് ഉൽപ്പാദനക്ഷമത കൂട്ടുന്നു. കമ്പനികൾക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. 2. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. 3. ആഗോള വിപണിയിലേക്ക് പ്രവേശനം എളുപ്പമാക്കുന്നു. ചെറിയ ബിസിനസ്സുകൾക്ക് പോലും ലോകമെമ്പാടും സാധനങ്ങൾ വിൽക്കാം. 4. വളരെ വേഗത്തിലുള്ള ഇന്നൊവേഷനും വളർച്ചയും ഇത് സാധ്യമാക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന മെച്ചപ്പെട്ട അനുഭവം. അപ്പോൾ 4ാമത്തെ ഭാഗം, നമുക്ക് ചില യഥാർത്ഥ ഉദാഹരണങ്ങൾ നോക്കാം. ഈ പറയുന്ന ഡിജിറ്റൽ ഇക്കോണമി നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാം. നമ്മൾ ചുറ്റും നോക്കിയാൽ ഇതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്. നമ്മുടെ ഷോപ്പിംഗ് രീതി തന്നെ അവർ മാറ്റിമറിച്ചു. സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും. ആശയവിനിമയത്തിന്റെ രീതി തന്നെ മാറി. പണമിടപാടുകൾക്കോ ഗൂഗിൾ പേ, UPI എല്ലാം എത്ര എളുപ്പമാക്കി. വിനോദത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സും സ്പോട്ടിഫൈയും യൂട്യൂബുമുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന കാര്യം, അതായത് റിമോട്ട് വർക്ക്, സൂം, മൈക്രോസോഫ്റ്റ് ടീംസ് ഒക്കെ അതിനൊരു സാധാരണ കാര്യമാക്കി മാറ്റി. ഇനി 5ാമത്തെ ഭാഗത്തേക്ക്. ഇതിനൊരുപാട് നല്ല വശങ്ങളുണ്ടെങ്കിലും കുറച്ച് വെല്ലുവിളികളും ആശങ്കകളുമുണ്ട്. എന്തൊക്കെയാണ് ആ അപകട സാധ്യതകൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഡിജിറ്റൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് സൈബർ സെക്യൂരിറ്റിയാണ്. ഡേറ്റാ മോഷണം, ഹാക്കിംഗ് ഇതൊക്കെ എപ്പോഴും സംഭവിക്കാം. പിന്നെ സ്വകാര്യതയുടെ പ്രശ്നം. നമ്മുടെ പേഴ്സണൽ ഡേറ്റ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടോമേഷനും AI-യും വരുമ്പോൾ പല ജോലികളും ഇല്ലാതാകുമോ എന്നൊരു ഭയമുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഡിജിറ്റൽ ഡിവൈഡ്. അതായത് എല്ലാവർക്കും ഒരുപോലെ ഇന്റർനെറ്റും മറ്റ് സൗകര്യങ്ങളും കിട്ടുന്നില്ല. അവസാനമായി പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്. ഡേറ്റാ സെന്ററുകൾക്ക് വലിയ അളവിൽ ഊർജ്ജം വേണം. കൂടാതെ ഇലക്ട്രോണിക് വേസ്റ്റ് അഥവാ വേസ്റ്റും വലിയൊരു തലവേദനയാണ്. അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. 6ാമത്തെ ഭാഗം ഒരു ഉപസംഹാരമാണ്. ഈ പുതിയ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് മുന്നോട്ട് നോക്കുമ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഡിജിറ്റൽ ഇക്കോണമി നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് അനന്തമായ സാധ്യതകളാണ്.
പക്ഷേ ആ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗിക്കണമെങ്കിൽ സ്വകാര്യത, സുരക്ഷ, ഡിജിറ്റൽ ഡിവൈഡ് പോലുള്ള വലിയ വെല്ലുവിളികളെ നമ്മൾ കൃത്യമായി അഭിമുഖീകരിച്ചേ മതിയാവൂ. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം ഓർക്കണം. നമ്മൾ മുന്നോട്ടു പോകുന്തോറും ഡിജിറ്റൽ ഇക്കോണമി എന്നത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു ഭാഗം മാത്രമല്ല, അത് സമ്പദ്വ്യവസ്ഥ തന്നെയായി മാറും. ഈയൊരു വലിയ മാറ്റത്തിന് നമ്മൾ തയ്യാറാണോ എന്നതാണ് ഇനിയുള്ള ഏറ്റവും വലിയ ചോദ്യം. ഈ പാഠത്തിൽ നമ്മൾ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ ഘടകങ്ങളെയും അതിന്റെ പരിണാമത്തെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ പാഠം 5 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇത് ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ ഘടനയെ വ്യവസ്ഥാപിതമായി വിശദീകരിക്കും. നമുക്ക് ആദ്യം തന്നെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെ 3 പ്രധാന ഘടകങ്ങളായി തിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ബിസിനസ് രംഗത്ത് സംഭവിച്ച ഒരു സമ്പൂർണ്ണ പരിവർത്തനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ 3 ഘടകങ്ങളിൽ ഓരോന്നും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരു ഡിജിറ്റൽ പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇ ബിസിനസ് അഥവാ ഇലക്ട്രോണിക് ബിസിനസ് എന്താണെന്ന് പരിശോധിക്കാം. ഈ ബിസിനസ് എന്നത് ഒരു വിശാലമായ ആശയമാണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ പ്രവർത്തനങ്ങൾ, മാർക്കറ്റിംഗ് എന്നിവയുൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ ഇതിലുൾപ്പെടുന്നു. ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് ഈ ബിസിനസ് പ്രവർത്തനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കുന്നു, സേവനങ്ങൾ വ്യക്തിഗതമാക്കുന്നു, കൂടാതെ ഭൗതിക സാന്നിധ്യമില്ലാതെ തന്നെ ഇടപാടുകൾ നടത്താൻ അനുവദിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ ഘടകം ഈ ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഡിജിറ്റൽ പ്രവർത്തനങ്ങൾ കെട്ടിപ്പടുത്തിയിരിക്കുന്നത് ഈ അടിത്തറയിലാണ്. ഒരു ബിസിനസ്സിനെ ഡിജിറ്റലായി പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ സാങ്കേതിക ഘടകങ്ങളും ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉൾപ്പെടുന്നു. ഇനി നമുക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ പ്രധാന ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഈ സംവിധാനങ്ങൾ വേഗതയേറിയ ആശയവിനിമയം, ഡേറ്റ സംഭരണം, കാര്യക്ഷമമായ ബിസിനസ് മാനേജ്മെന്റ് എന്നിവ ഉറപ്പാക്കുന്നു. അവസാനമായി നമ്മൾ ഇ-കൊമേഴ്സിലേക്ക് വരുന്നു. ഇത് ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ ഏറ്റവും ദൃശ്യമായ ഭാഗമാണ്. ഇ-കൊമേഴ്സ് ആളുകൾ ഷോപ്പിംഗ് ചെയ്യുന്ന രീതിയിൽ അടിസ്ഥാനപരമായ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. വീട്ടിലിരുന്ന് ആഗോളതലത്തിൽ സാധനങ്ങൾ വാങ്ങാൻ ഇത് സഹായിക്കുന്നു. ഇടപാടുകൾ നടത്തുന്നവരെ അടിസ്ഥാനമാക്കി ഇ-കൊമേഴ്സിനെ 4 വ്യത്യസ്ത മോഡലുകളായി തിരിച്ചിരിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമുകൾ സമർപ്പിത വെബ്സൈറ്റുകളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെയും ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗും ഓർഡർ ചെയ്യുന്നതും കൂടുതൽ എളുപ്പമാക്കുന്നു. ഈ 3 പ്രധാന ഘടകങ്ങൾക്കപ്പുറം നിരവധി പുതിയ സാങ്കേതികവിദ്യകൾ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ ഘടനയെ വികസിപ്പിക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകൾ സേവനദാതാക്കളെ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. ഈ സാങ്കേതികവിദ്യ പരമ്പരാഗത ഇടനിലക്കാരില്ലാതെ ഇടപാടുകൾ സാധ്യമാക്കുന്നു. പുതുതായി തുടങ്ങുന്ന സംരംഭങ്ങൾക്കും വലിയ കോർപ്പറേഷനുകൾക്കും ഈ സേവനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ ഈ ശൃംഖല ഡാറ്റ ശേഖരിക്കുന്നതിലൂടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. ബിസിനസ്പരമായ തീരുമാനങ്ങളെടുക്കുന്നതിനും ഉപഭോക്താക്കളുമായി ഇടപഴകുന്നതിനും AI ഒരു കേന്ദ്ര പങ്ക് വഹിക്കുന്നു. ഈ വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ ബിസിനസ്സുകൾക്ക് ഉപയോക്താക്കളുമായി ഇടപഴകാൻ തികച്ചും പുതിയ വഴികൾ ഒരുക്കുന്നു. ഇവിടെ നിർണായകമായ കാര്യം ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. എന്നാൽ ഈ സംവിധാനം സ്ഥിരമല്ല. പുതിയ സാങ്കേതിക വിദ്യകൾക്കൊപ്പം ഇത് നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ വിശകലനത്തില് നമ്മൾ പഠിക്കാൻ പോകുന്നത് യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയുടെ ഡിജിറ്റൽ പരിവർത്തനത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയെ 6 പ്രധാന ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള മാറ്റം, ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഡിജിറ്റലൈസേഷൻ, ഡേറ്റ ഒരു പുതിയ ആസ്തിയായി മാറുന്നത്, പുതിയ ബിസിനസ് മോഡലുകളുടെ ഉദയം, തൊഴിൽ രംഗത്തെ പരിവർത്തനം, പിന്നെ ഉപഭോക്തൃ സ്വഭാവത്തിലെ മാറ്റം. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള മാറ്റം. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ അടിസ്ഥാനപരമായ മാറ്റം എന്താണെന്ന് നമുക്ക് നിർവചിക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. ഒരു വശത്ത് ഭൗതികമായ ഉൽപ്പാദനം, നേരിട്ടുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ, മുഖാമുഖമുള്ള ഇടപാടുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള യഥാർത്ഥ സമ്പദ്വ്യവസ്ഥ. എന്നാൽ മറുവശത്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ഓട്ടോമേഷൻ, പിന്നെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള തന്ത്രങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ. ശരി, അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഡിജിറ്റലൈസേഷനെക്കുറിച്ചാണ്. അതായത് സാങ്കേതികവിദ്യ എങ്ങനെയാണ് സ്ഥാപനങ്ങളുടെ ആന്തരിക പ്രവർത്തനങ്ങളെ പുനർരൂപകൽപ്പന ചെയ്യുന്നത് എന്ന് നോക്കാം. പണ്ടത്തെ രീതികൾ നമുക്ക് ഓർമ്മയുണ്ടാകും. എല്ലാം കൈകൊണ്ട് ചെയ്യുന്ന അക്കൗണ്ടിംഗ്,
പേപ്പർ ഫയലുകൾ, നേരിട്ടുള്ള മീറ്റിംഗുകൾ, ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഒക്കെ. എന്നാൽ ഇന്നത്തെ ലോകത്ത് ബിസിനസ്സുകൾ ഡിജിറ്റൽ ടൂളുകളെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണത്തിന് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് അഥവാ ERP, ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ, പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അതായത് CRM പോലുള്ളവ. അപ്പോ ഈ ഡിജിറ്റൽ ടൂളുകൾ സ്വീകരിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? 1. ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നു. 2. കാര്യക്ഷമത മെച്ചപ്പെടുന്നു. 3. പ്രവർത്തനങ്ങളിലെ കൃത്യത വർദ്ധിക്കുന്നു. ഇതിന്റെയെല്ലാം ആത്യന്തിക ഫലമായി ഉപഭോക്താക്കളുടെ സംതൃപ്തിയും കൂടുന്നു. ഇനി നമ്മൾ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്: ഡേറ്റ. എങ്ങനെയാണ് ഡേറ്റ ഒരു പുതിയ വിലപിടിപ്പുള്ള ആസ്തിയായി അല്ലെങ്കിൽ ഒരു പ്രധാന ഉൽപ്പാദന ഘടകമായി മാറിയതെന്ന് നോക്കാം. പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൽപ്പാദനത്തിന്റെ പ്രധാന ഘടകങ്ങൾ 3 ഭൂമി, തൊഴിൽ, മൂലധനം. എന്നാൽ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ അതിശക്തമായ 4മതൊരു ഘടകം കൂടി ഇതിനോട് ചേർക്കപ്പെട്ടു. അതാണ് ഡേറ്റ. ഈ ഡാറ്റയുടെ മൂല്യശൃംഖലയ്ക്ക് പ്രധാനമായും 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി ഉപഭോക്താക്കളിൽ നിന്ന് ഡാറ്റയും വിവരങ്ങളും ശേഖരിക്കുന്നു. രണ്ടാമതായി ബിഗ് ഡാറ്റ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവ ഉപയോഗിച്ച് ഈ ഡാറ്റയെ വിശകലനം ചെയ്യുന്നു. മൂന്നാമതായി ആ വിശകലനത്തിൽ നിന്ന് ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ പ്രവചിക്കുകയും അവർക്ക് വ്യക്തിഗതമായ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഒടുവിൽ ഇത് പുതിയ വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കാൻ കമ്പനികളെ സഹായിക്കുന്നു. ഇതിന് വളരെ നല്ലൊരു ഉദാഹരണമാണ് നെറ്റ്ഫ്ലിക്സ്. അവരുടെ റെക്കമെൻഡേഷൻ സിസ്റ്റം നമ്മൾ കാണുന്ന പരിപാടികളുടെ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന പുതിയ ഉള്ളടക്കം നിർദ്ദേശിക്കുന്നു. ഇത് ഉപയോക്താക്കളുടെ പങ്കാളിത്തവും കമ്പനിയോടുള്ള കൂറും വർദ്ധിപ്പിക്കുന്നു. അപ്പോ ഡേറ്റയുടെ ഈ പ്രാധാന്യം പുതിയതരം ബിസിനസ് മോഡലുകൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. പ്ലാറ്റ്ഫോം അധിഷ്ഠിത സബ്സ്ക്രിപ്ഷൻ സമ്പദ്വ്യവസ്ഥകളുടെ ഉദയമാണ് നമ്മൾ അടുത്തതായി കാണുന്നത്. പരമ്പരാഗത ബിസിനസ് മോഡലുകൾക്ക് കടകൾ, ഓഫീസുകൾ, ഫാക്ടറികൾ എന്നിങ്ങനെയുള്ള ഒരു ഭൗതികമായ ഇടം ആവശ്യമായിരുന്നു. എന്നാൽ ഡിജിറ്റൽ മോഡലുകൾ പ്രവർത്തിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ആപ്ലിക്കേഷനുകളിലൂടെയുമാണ്. ഈ പുതിയ മോഡലുകളുടെ ചില ഉദാഹരണങ്ങൾ നോക്കൂ. ഊബർ ഡ്രൈവർമാരെയും യാത്രക്കാരെയും ബന്ധിപ്പിക്കുന്നു, പക്ഷേ അവർക്ക് സ്വന്തമായി കാറുകളില്ല. എയർബിഎൻബി വീടുകളുടെ ഉടമകളെയും യാത്രക്കാരെയും ഒരുമിപ്പിക്കുന്നു, പക്ഷേ അവർക്ക് സ്വന്തമായി കെട്ടിടങ്ങളില്ല. നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ പോലുള്ള കമ്പനികൾ സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് അവർ ഉൽപ്പന്നത്തിന്റെ ഉടമസ്ഥാവകാശം നൽകുന്നില്ല, പകരം അതിലേക്കുള്ള പ്രവേശനം മാത്രം നൽകുന്നു. ബിസിനസ് മോഡലുകൾ മാറുമ്പോൾ തൊഴിലിന്റെയും തൊഴിലവസരങ്ങളുടെയും രീതികളും മാറും. എവിടെ, എങ്ങനെ, എന്ത് ജോലി ചെയ്യുന്നു എന്നതിനെ ഈ പരിവർത്തനം എങ്ങനെയാണ് പുനർനിർവചിക്കുന്നത് എന്ന് നോക്കാം. യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയിലെ തൊഴിലെന്നത് ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് മുഴുവൻ സമയം ദീർഘകാലത്തേക്കുള്ള ഒന്നായിരുന്നു. എന്നാൽ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിലോ റിമോട്ട് വർക്ക്, ഫ്രീലാൻസിംഗ്, ഗിഗ് വർക്ക്, പ്രോജക്റ്റ് അടിസ്ഥാനത്തിലുള്ള ജോലികൾ എന്നിങ്ങനെ കൂടുതൽ വഴക്കമുള്ള തൊഴിൽ രീതികളാണ് കാണാൻ കഴിയുന്നത്. ഈ പുതിയ തൊഴിൽ സാഹചര്യത്തിൽ വിജയിക്കാൻ ചില പ്രത്യേക കഴിവുകൾ ആവശ്യമാണ്. കോഡിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സൈബർ സുരക്ഷ, ഡാറ്റ അനാലിറ്റിക്സ് എന്നിവയ്ക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത് ഉപഭോക്താക്കളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ്. ആധുനിക ഡിജിറ്റൽ ഉപഭോക്താവിന്റെ പുതിയ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പണ്ടുകാലത്ത് നമ്മുടെ ഉപഭോക്തൃശീലങ്ങൾ, അതായത് കടകളിൽ പോകുന്നത്, ബാങ്കുകളിൽ പോകുന്നത്, സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നത് ഒക്കെയായിരുന്നു. എന്നാൽ ഇന്ന് ഇ-കൊമേഴ്സ്, മൊബൈൽ വാലറ്റുകൾ, സ്ട്രീമിംഗ് സേവനങ്ങൾ എന്നിങ്ങനെ എല്ലാം ഡിജിറ്റലായി മാറി. ഈ മാറ്റം നമ്മുടെ ആവശ്യങ്ങളിലും പ്രതിഫലിച്ചു. ഇന്നത്തെ ഉപഭോക്താവിന് തൽക്ഷണ പ്രവേശനം വേണം, വ്യക്തിഗതമായ അനുഭവങ്ങൾ വേണം, പിന്നെ സൗകര്യവും വേഗതയും വളരെ പ്രധാനമാണ്. ചുരുക്കത്തിൽ ഈ പരിവർത്തനം ബിസിനസ്സുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ജോലി എങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നു, ആളുകൾ ഉൽപ്പന്നങ്ങളുമായും സേവനങ്ങളുമായും എങ്ങനെ ഇടപഴകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ പുനർവിചിന്തനത്തിന് കാരണമായി. ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ നവീകരണത്തിനും വളർച്ചയ്ക്കും ആഗോളതലത്തിലുള്ള കണക്ടിവിറ്റിക്കും വലിയ അവസരങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നതിൽ സംശയമില്ല. എന്നാൽ ഈ അവസരങ്ങൾക്കൊപ്പം സമൂഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഡിജിറ്റൽ സാക്ഷരതയിൽ നിക്ഷേപിക്കുക, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ന്യായമായ ഡിജിറ്റൽ നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഇതിൽ പ്രധാനമാണ്. അവസാനമായി ഈ വിശകലനം നമ്മളുടെയെല്ലാം മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വെക്കുന്നുണ്ട്. ഈ പരിവർത്തനത്തിന്റെ പ്രയോജനങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നുവെന്നും അതിന്റെ വെല്ലുവിളികൾ ശരിയായി കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്നും സമൂഹങ്ങൾക്ക് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും?